ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തക്കാളി കൊണ്ടുള്ളൊരു സൈഡ് ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി കറിക്ക് ആദ്യമായിട്ട് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കടുക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നൊന്ന് വഴണ്ടി വരാൻ. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ചെറിയ ബ്രൗൺ കളർ വരണം. നന്നായിട്ട് ഫ്രൈ ആവേണ്ട കാര്യമില്ല, ഒന്ന് ബ്രൗൺ കളറായാൽ മതി. കണ്ടില്ലേ, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു മൂടി കൊണ്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം ഒരു 3 മിനിറ്റിന് ശേഷം അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അത് അടുത്തായിട്ട് ഇതിന് 1 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ കറി നമുക്കിനി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇപ്പോൾ കഴിച്ചു നോക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇതേപോലെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.